എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് ബന്ധനമില്ല. എന്നാൽ ദൈവവചനം ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അതെത്ര പഴക്കം ചെന്നതാണെങ്കിലും അതെത്ര ആഴമുള്ളതാണെങ്കിലും ദൈവവചനം ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങളുടെ തലമുറയുടെ ബന്ധനങ്ങൾ, കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ അതെത്ര അധികമായിരുന്നാലും വചനം ബന്ധനങ്ങളെ അഴിക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ വചനങ്ങളിൽ ആശ്വാസ വചനങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ള തിരുവെഴുത്തുകളുണ്ട്. അത് നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, നിങ്ങളുടെ താഴ്ചയിൽ, നിങ്ങളുടെ വേദനകളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വചനങ്ങളാണ്. മറ്റു ചില വചനങ്ങളുണ്ട്, അത് ഇപ്പോഴത്തെ സ്റ്റാറ്റസുകളാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം ഇപ്പോൾ അടുത്തുണ്ട്, നിങ്ങൾ ധൈര്യമായിരിക്കെ. മറ്റൊരിടത്ത് പറയുന്നു, ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഉള്ളം കൈയിൽ വഹിച്ചിരിക്കുന്നു എന്നൊക്കെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഇപ്പോൾ വചനം നിങ്ങളോട് കൂടെയുണ്ട്, ദൈവം അടുത്തുണ്ട്, ദൈവം കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന് ദൈവം പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റാറ്റസാണ്. ദൈവം അടുത്തുണ്ട്. നിങ്ങളത് അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ മതി. ആശ്വാസവചനങ്ങൾ ബലമായി വെളിപ്പെടുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള വചനം. മറ്റൊരു വചനമുണ്ട്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം. നിങ്ങൾ സ്വീകരിക്കണം, വിശ്വാസത്തോടെ സ്വീകരിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പുത്രനായ യേശുവിനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞ് നിങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും ഒരുക്കി തന്നിട്ട് നിങ്ങളോട് വിളിച്ചറിയിക്കുന്ന സത്വാർത്ത നിങ്ങൾ സൗമ്യതയോടെ കൈക്കൊള്ളണം. നിങ്ങൾ വിശ്വസിച്ചേറ്റെടുക്കണം. ദൈവം നിങ്ങളോട് പറയുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം. മറ്റു ചില വചനങ്ങൾ അനുസരണത്തിൻ്റെ വചനങ്ങളാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അവിടെ ഒരു കർമാചാരമുണ്ട്. വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുക്കണം. അത് അനുസരണമാണ്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടതയുടെ ആധിക്യം, എല്ലാ അഴുക്കും നിങ്ങളെ വിട്ടുമാറാൻ നിങ്ങൾ ദൈവവചനം കൈക്കൊള്ളണം. വചനത്തിൽ അനുസരണവും കൂടിയുണ്ട്. ദൈവം നിങ്ങളോട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് പറഞ്ഞാൽ, പാപികളുടെ വഴി നിൽക്കരുതെന്ന് പറഞ്ഞാൽ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ലോകത്തോട് വേർപെട്ട് വചനത്തെ ധ്യാനിക്കാൻ തുടങ്ങണം. അത് അനുസരണമാണ്. ദൈവത്തിൻ്റെ വചനം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ സൗമ്യതയോടെ സ്വീകരിക്കുവിൻ. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ള വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിൻ്റെ വചനം ബന്ധനങ്ങളെ അഴിക്കും. വിശ്വസിച്ച് വചനത്തെ സ്വീകരിക്കാം. വചനത്തോട് അനുസരണം കാണിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.